ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് നമുക്ക് എഗ് ബട്ടർ മസാല എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇത് നല്ല രുചിയുള്ള ഒരു ഡിഷാണ്. ചപ്പാത്തിയുടെ കൂടെ, റൊട്ടിയുടെ കൂടെ, പൊറോട്ട, അപ്പം ഇതിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ലൊരു സൂപ്പർ ഡിഷാണ് എഗ് ബട്ടർ മസാല. വെൽക്കം ബാക്ക് ടു എ ന്യൂ വീഡിയോ. ടുഡേ വി ഗോണ മേക്ക് എഗ് ബട്ടർ മസാല. ലെറ്റ്സ് സീ ഹൗ ടു മേക്ക് ഇറ്റ്. ആദ്യം തന്നെ എഗ് ബട്ടർ മസാലയ്ക്കുള്ള ഗ്രേവി നമുക്ക് റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് ഞാൻ എടുത്തു വച്ചിരിക്കുന്നതാണ് 4 ടൊമാറ്റോ ചെറുതായി അരിഞ്ഞത്. ഇത് 1 കഷ്ണം ഇഞ്ചിയും കുറച്ച് വെളുത്തുള്ളി അല്ലിയും. ഇത് അരമണിക്കൂർ നേരം വെള്ളത്തിലിട്ട് കുതിർത്തിയെടുത്ത കുറച്ച് കശുവണ്ടി. നമ്മുടെ ഗ്രേവിക്ക് വേണ്ട മസാലകളെല്ലാം ഈ മിക്സിയിൽ ഇട്ട് കൊടുത്ത് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കാം. നമ്മൾ 4 ടൊമാറ്റോ ഇട്ട് കൊടുത്തു. ഇനി ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. 2 പച്ചമുളക് ഇട്ട് കൊടുക്കാം. നമ്മൾ കുതിർത്തി വെച്ചിരുന്ന കശുവണ്ടി ഇട്ട് കൊടുക്കാം. ഇനി 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ജീരകം വറുത്ത് പൊടിച്ചത്. ഇനി ഇതെല്ലാം കൂടി ഇത് അരഞ്ഞ് കിട്ടാൻ പാകത്തിനുള്ള വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്ത് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കുക. നമ്മൾ അരച്ചെടുത്ത മിക്സ് ഈ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക. ഇത് കണ്ടോ, നല്ല സ്മൂത്തായിട്ട് നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്. ഞാൻ 6 മുട്ട പുഴുങ്ങി വച്ചിട്ടുണ്ട്. ആ എഗ്ഗ് നമുക്കിനി റോസ്റ്റ് ചെയ്തെടുക്കാം ചെറുതായിട്ട്. അതിന് ഈ പാനിലോട്ട് നമുക്ക് 1 കഷ്ണം ബട്ടറും 1 സ്പൂൺ എണ്ണയും ഒഴിച്ചു കൊടുക്കാം. ഇനി 1 സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. നമ്മൾ പുഴുങ്ങി തൊണ്ട് കളഞ്ഞു വച്ചിരിക്കുന്ന 6 മുട്ട ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഇനി 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് 1 മിനിറ്റ് നേരം കൂടി റോസ്റ്റ് ചെയ്തെടുക്കാം. നമ്മുടെ മുട്ട റെഡിയായി. ഇതൊരു പാത്രത്തിലോട്ട് മാറ്റാം. ഈ സെയിം പാനിൽ തന്നെ എഗ് ബട്ടർ മസാലയ്ക്കുള്ള മസാല റെഡിയാക്കി എടുക്കാം. ആദ്യം തന്നെ 1/2 ടീസ്പൂൺ ജീരകം ഇട്ട് കൊടുക്കാം. ഇനി ഒരു ചെറിയ കഷ്ണം കറുവപ്പട്ട ഇട്ട് കൊടുക്കാം. 2 പച്ചമുളക് അരിഞ്ഞത് ഇട്ട് കൊടുത്തു. ഇനി 1 കഷ്ണം ഇഞ്ചിയും 6 വെളുത്തുള്ളി അല്ലി ചെറുതായി അരിഞ്ഞതും ഇട്ട് കൊടുക്കാം. ഇതൊരു 2 മിനിറ്റ് നേരം നമുക്ക് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു വലിയ സവാള ഉള്ളി ചെറുതായി അരിഞ്ഞ് ഇട്ട് കൊടുക്കാം. ചെറിയ സവാളയാണെങ്കിൽ 2 എണ്ണം ഇട്ട് കൊടുക്കുക. ഇത് നല്ല ഗോൾഡൻ ബ്രൗൺ കളറാകുന്ന വരെ നമുക്ക് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് നമുക്ക് 1 കഷ്ണം ബട്ടർ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഞാൻ 1/2 ടീസ്പൂൺ ഉപ്പാണ് ഇടുന്നത്. ഉള്ളി നല്ല ഗോൾഡൻ ബ്രൗൺ കളറായി. ഇതിലേക്ക് ഇനി ആവശ്യത്തിനുള്ള മസാലപ്പൊടികൾ ഇട്ട് കൊടുക്കാം. ആദ്യം തന്നെ 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, ഇനി 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. 1 മിനിറ്റ് നേരം വഴറ്റി കൊടുക്കാം. നമ്മുടെ ഈ മസാല റെഡിയായി. ഇതിലേക്ക് നമ്മൾ ഇനി അരച്ച് വെച്ചിരിക്കുന്ന ടൊമാറ്റോ മിക്സ് ഒഴിച്ചു കൊടുക്കാം. ഈ ഗ്രേവി ഒന്ന് വെന്ത് കിട്ടി നന്നായി ഡ്രൈ ആകുന്ന വരെ ലോ ടു മീഡിയം ഫ്ലെയിമിൽ നമുക്കിതോണം ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. ഇനി നമുക്കിതിലേക്ക് 1 പിഞ്ച് പഞ്ചസാര ഇട്ട് കൊടുക്കാം. നമ്മുടെ ഗ്രേവി നന്നായി തിളച്ച് ഡ്രൈ ആയിട്ട് വരുന്നുണ്ട്. ഈ ഗ്രേവി നന്നായി വെന്തു. ഇനി ഇതിലേക്ക് നമുക്കൊരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അതായത് നമ്മുടെ മസാലയ്ക്ക്, എഗ് ബട്ടർ മസാലയ്ക്ക് ആവശ്യത്തിനുള്ള വെള്ളം. നമ്മുടെ മസാല റെഡിയായി. ഇതിലേക്ക് നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന എഗ്ഗ് ഇട്ട് കൊടുക്കാം.
ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ ഫ്രഷ് ക്രീം ഒഴിച്ചു കൊടുക്കാം. 1/2 ടീസ്പൂൺ കസൂരി മേത്തി പൗഡർ. ഇനി 1 ടീസ്പൂൺ ഹോം മെയ്ഡ് ഗരം മസാല പൗഡർ ഇട്ട് കൊടുക്കാം. ഇനിയും കുറച്ച് മല്ലിയില ചോപ്പ് ചെയ്തിട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടെ ഇനി നമുക്കൊരു 2 മിനിറ്റ് നേരം കൂടി സോട്ട് ചെയ്തെടുക്കാം. ഞാൻ കുറച്ച് കരിവേപ്പില ചെറുതായി അരിഞ്ഞതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിൽ, മല്ലിയിലയുടെ ഒപ്പം തന്നെ. നമ്മുടെ എഗ് ബട്ടർ മസാല റെഡി. നമുക്കിനി സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റാം. ഇതിൻ്റെ മുകളിലോട്ട് ഒരു ചെറിയ കഷ്ണം ബട്ടർ ഇട്ട് കൊടുക്കാം. കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ ഫ്രഷ് ക്രീം ഒഴിച്ച് കൊടുക്കാം. നമ്മുടെ എഗ് ബട്ടർ മസാല റെഡിയായി. നമ്മുടെ എഗ് ബട്ടർ മസാലയ്ക്ക് നല്ല രുചിയുണ്ട്. ഇത് പൊറോട്ടയുടെ കൂടെ, ചപ്പാത്തിയുടെ കൂടെ, അപ്പത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ബെസ്റ്റ് കോമ്പിനേഷനാണ്. അപ്പോൾ നിങ്ങളിതുകൊണ്ട് ട്രൈ ചെയ്യുക, എന്നിട്ട് ഫീഡ്ബാക്ക് തരാൻ മറക്കരുത്. Our egg butter masala is ready. It is very delicious. If you like my video, please don't forget to subscribe my channel. Please like and comment. Thank you for watching. See you soon with another video. Until then, everyone take care. Bye for now.